Hello friends, welcome to my channel Sargam EduTech. Please like, comment and share. Subscribe our channel കൂടാതെ ബെൽ ഐക്കൺ enable ചെയ്യുക. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പും സംസ്ഥാന രൂപീകരണവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പം ആദ്യമായി തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം അഥവാ ആരംഭിച്ചതെന്നാണ്. അതിൻ്റെ ഉത്തരം 1951 ഒക്ടോബർ 25. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് എന്നാണ്. ഉത്തരം 1951 ഒക്ടോബർ 25. ചോദ്യം 2. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് അവസാനിച്ചതെന്നാണ്. ഇത് ആരംഭിച്ചത് 1951 ഒക്ടോബർ 25 അവസാനിച്ചത് 1952 ഫെബ്രുവരി 21 ഓക്കെ, ആരംഭിച്ചത് 1951 ഒക്ടോബർ 25 അവസാനിച്ചത് 1952 ഫെബ്രുവരി 21 അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആയി അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ ആദ്യ വോട്ടറായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്യാം ശരൺ നേഗി. ഇന്ത്യയിലെ ആദ്യ വോട്ടറായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്യാം ശരൺ നേഗി. ചോദ്യം നമ്പർ 4. ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര സീറ്റുകളാണ് നേടിയത്? ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC എത്ര സീറ്റുകളാണ് നേടിയത്? ഉത്തരം 364. ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര സീറ്റുകളാണ് നേടിയത്? ഉത്തരം 364 സീറ്റുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയത്. ചോദ്യം നമ്പർ 5. ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഒന്നും കൂടി, ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഈ പേജ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. തെലുങ്കു സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവൽക്കരിക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് 58 ദിവസത്തെ നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ചോദ്യം ഒന്നും കൂടി. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവൽക്കരിക്കുക എന്ന ആവശ്യവുമായി 58 ദിവസത്തെ നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം പോട്ടി ശ്രീരാമലു. അടുത്ത ചോദ്യം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിച്ച വർഷം? തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം? ഉത്തരം 1953. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി രൂപീകരിച്ച ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം എന്ന് പേര് ലഭിച്ചത്. അടുത്ത ചോദ്യം. സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനരീകരിക്കാനുള്ള കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനരുദ്ധീകരിക്കാനുള്ള കമ്മീഷന്റെ തലവൻ ആരായിരുന്നു?
ഉത്തരം ഫസൽ അലി. ഉത്തരം ഫസൽ അലി കമ്മീഷൻ എന്നാണ് ആ കമ്മീഷൻ അറിയപ്പെടുന്നത്. ഫസൽ അലി കമ്മീഷൻ എന്നാണ് ആ കമ്മീഷൻ്റെ പേര്. അതിൻ്റെ തലവൻ ആരാണ്? ഫസൽ അലി എന്നു പേരുള്ള അദ്ദേഹം തന്നെയാണ് അതിൻ്റെ തലവൻ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.